ഇവിടെ ശ്രീ അരുൺകുമാർ നോക്കൂ, 7 മാസം മുൻപ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിവാദം എന്തായിരുന്നു? വോട്ടർ പട്ടികയിൽ ഒരുപാടിടത്ത് പേരുള്ള ആളുകൾ ഉണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. രമേശ് ചെന്നിത്തലയും മറ്റുള്ള ആളുകളും ഉന്നയിച്ചു. 4ഉം 5ഉം ഇടത്ത് വോട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന വിവാദം വന്നു. പിന്നെ അത് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. ആ പ്രക്രിയ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതുപോലെ രാഷ്ട്രീയമായ ആളുകളെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുക എന്നുള്ളതിനപ്പുറത്ത് അറിയാതെ പലയിടത്ത് വോട്ടർമാരായി എൻറോൾ ചെയ്യപ്പെട്ട ആളുകളായിരുന്നു കൂടുതൽ. അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മൾട്ടിപ്പിൾ എൻട്രീസ് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടണം. സിംഗിൾ എൻട്രിയെ അതിൽ പാടുള്ളൂ. ആരും 2 വോട്ടോ 3 വോട്ടോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നുള്ള നിലയിൽ ഇതിനെ ഒന്ന് ക്ലീനപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വോട്ടർ പട്ടിക ഇത് ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ മതി, അതിനകത്ത് യാതൊരു പരിഷ്കരണവും വേണ്ട എന്നുള്ള നിലയിൽ നമുക്കിതിനെ കാണാൻ കഴിയുമോ? അപ്പോൾ ഇത് ഒറ്റ തവണയെ എൻറോൾ ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ ഒരിടത്തെ വോട്ടുള്ളൂ എന്ന് ഉറപ്പാക്കാൻ ഇപ്പോൾ നമുക്കുള്ള ഒരു സംവിധാനം ആധാറുമായി ലിങ്ക് ചെയ്യാണ്. അതിൽ വേറെന്ത് പ്രത്യയശാസ്ത്ര പ്രശ്നമാണുള്ളത്? ഇപ്പോൾ ഈ ചോദ്യം വോട്ടർ പട്ടികയെ കാലോചിതമാക്കുവാനോ ഇരട്ടിപ്പ് വരാതെ വോട്ടർ പട്ടികയെ സൂക്ഷിക്കാനോ സംരക്ഷിക്കാനോ അതിന് പോസിറ്റീവായിട്ട് പല മാർഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡിജിറ്റൽ വോട്ടർ പട്ടികയാണ്. ഇപ്പോൾ അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന ആളുടെ പേര് വോട്ടർ പട്ടികയിൽ എവിടെയെല്ലാം വന്നിട്ടുണ്ടെന്ന് ആ പേരടിച്ച് നോക്കിയാൽ കൃത്യമായി ഏതെല്ലാം ബൂത്തിൽ ഏതെല്ലാം വാർഡിൽ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അത്തരത്തിൽ കാലോചിതമായിട്ടുള്ള സംവിധാനം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോഴും അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും എല്ലാം സൂക്ഷിച്ചാൽ മതി. അതിന് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. ഇവിടെ കാണേണ്ടത് പലതവണ പരമോന്നത നീതിപീഠം വിധി പറഞ്ഞ കേസുകളിൽ ആ വിധിയെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി പിൻവാതിലൂടെ നിയമനിർമ്മാണം നടത്തുന്നു. നേരിട്ട് നോക്കുമ്പോൾ ഒരു തരത്തിലും ആ വിധിയെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും എങ്ങനെയെങ്കിലും വിധിയെ ഓവർകം ചെയ്യണം. ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമായി എടുക്കേണ്ടതല്ല. അത് പ്രൈവസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള വിധി പറഞ്ഞു. ഇപ്പോൾ ആധാർ കാർഡ് ഇല്ല എന്നതിന്റെ പേരിൽ വോട്ടവകാശം നിഷേധിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന്റെ വോട്ടിംഗ് സംവിധാനം മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കിരൺ റിജിജു എന്ന മന്ത്രി തന്നെ വ്യക്തമാക്കി, ഇത് ആ നിയമം തന്നെ, അതായത് ഇപ്പോ പാസ്സാക്കിയിരിക്കുന്ന നിയമം തന്നെ ഇത് നിർബന്ധമാക്കിയിട്ടുള്ളതല്ല. അതായത് മാൻഡേറ്ററി, ഇത് എല്ലാ പൗരന്മാരും, അതായത് വോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആധാർ നമ്പർ വേണമെന്ന് ഈ നിയമം അനുസരിച്ചും നിർബന്ധമില്ല. അല്ല അഭിലാഷ്, പിന്നെ എന്താണ് ഈ പാർലമെന്റിൽ അതൊരു ചർച്ചയ്ക്ക് വിധേയമാകാത്തത്? കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സ്വാതന്ത്ര്യ ദിനത്തിന് അന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെയല്ലേ പറഞ്ഞത്, ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട് നിയമമാക്കുന്ന നിയമങ്ങൾ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും ചർച്ചയാകാത്തതിന്റെ ഭാഗമായി വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിടുന്നു. ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഭാഗമായി ഞങ്ങളുടെ മുന്നിൽ വരുമ്പോൾ പല നിയമങ്ങളും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. പിന്നെ ഒരു ദിവസമെങ്കിലും ഇതൊരു ചർച്ചയാക്കി മാറ്റുവാനും പ്രധാനപ്പെട്ട കക്ഷികളുടെ ഭരണ നേതാക്കന്മാർക്കെങ്കിലും അഭിപ്രായം പറയുവാനും എന്താണ് ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നിഷേധിച്ചത്? എന്തിനാ? 76% നിയമം ഈ കഴിഞ്ഞ 7.5 വർഷമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒരു ചർച്ചയുമില്ലാതെയാണ് പാസാക്കിയത്. അതായത് 24% നിയമം മാത്രമേ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളൂ. എത്ര നാളെത്തിയിട്ടാ ഒരു നിയമം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്ന സാഹചര്യം ഈ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായത്? അത് വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമത്തിൽ മാത്രമല്ലേ നാം കണ്ടത്? പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ച അനുവദിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം ഇത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിക്കാനാ. ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്ന നിയമം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് ഒറ്റ വോട്ടർ പട്ടിക എന്നതിലേക്ക് മാറിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നത്, ഈ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള സംവിധാനത്തെ തകർക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട്. ജനാധിപത്യമല്ലേ? ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഏകാധിപത്യമല്ലല്ലോ. ബുദ്ധിമുട്ട്